ഇരവും അല്ലാതെ പകലും അല്ലാതെ പൊഴുതുകൾ ഉന്നോട് കഴിയുമാ കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റു പാടുമോ. സോ അതൊക്കെയാണ്. വേല പതുക്കെ നോക്കുകയാണ്. ഇതെന്താ ഇവൻ കാണിക്കണേ എന്ന് പറയും. സാർ ഞാനൊന്നും കാണിക്കുന്നില്ല സാർ, ഇതൊരു മോട്ടോ വ്ളോഗാ സാർ. മോട്ടോ വ്ളോഗാണല്ലേ, ഇവിടെ പാടാന്ന് പറഞ്ഞു. ജീവിതം തന്നെ ഒരു എക്സ്പ്ലോറേഷനാണ്. നാളെ അടുത്ത നിമിഷം എന്താവോ എന്നുള്ള കാത്തിരിപ്പാണ് ഓരോ നിമിഷവും. ട്രക്കിംഗ് ഒരു വടിയും കൊടയും ബാഗുമായിട്ടൊക്കെ ഇറങ്ങും. ഷൂ ഇല്ലേ നിൻ്റെ കയ്യിൽ? ചൂടാത്തണ്ട്. രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി 16 കിലോമീറ്റർ. വാവ്, 2 കിലോമീറ്റർ വെച്ച് എത്തണുള്ളൂ. ഈ 2 കിലോമീറ്റർ വീതം എപ്പോൾ നോക്കിയാൽ. പിന്നെ ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. സമാധാനത്തിൽ റൈഡ് ചെയ്ത് പോയാൽ പോരെ. അല്ലേ അല്ലേ അല്ലേടാ? ഇതിൻ്റെ പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊക്കെ സ്പീഡ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ പതുക്കെ വരുവേ. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നു ചെമ്പകം അവളെൻ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നു ചെമ്പകം അവളെൻ ഇവളെൻ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി. തൊട്ടാൽ പൂക്കും ചില്ലമേൽ പൊന്നായി മിന്നും പൂവുകൾ കാറ്റിൻ പ്രിയ തോഴിയോ, കുളിരിൻ പ്രിയ തോഴി, അവളൻ കളിത്തോഴി. ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നു ചെമ്പകം അവളൻ ഇവളൻ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി. കാർത്തികയിൽ നെയ്ത്തിരിയായി പൂത്തു നിൽക്കും കൽവിളക്കേ നിന്നെ തൊഴുതു നിന്നു നെഞ്ചിൽ കിളി പിടഞ്ഞു. പാതിചാരിയ വാതിൽ പഴുതിലെ രാവിളക്കിനൊടിയല്ലേ മഞ്ഞു പൂവൊളിനുള്ളിലൊളുക്കിയ മാമ്പൂമലരല്ലേ. പാതിചാരിയ വാതിൽ പഴുതിലെ രാവിളക്കിനൊടിയല്ലേ മഞ്ഞു പൂവൊളിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ. പാട്ടിനു തമ്പുരു ശ്രുതിയല്ലേ ഇവളെൻ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി. അപ്പം ഇതാണ് ഇന്നത്തെ ലൈവ് സോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു ഗായകനോ ഇതൊന്നും പഠിച്ചിട്ടുള്ള ഒരാളെ അല്ല, ഇതോട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. സോ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇതിനെ ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. സോ ആ രീതിയിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പാടി. പാട്ടുകൾ പാടുന്നു, പാട്ടുകൾ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാവരെയും പോലെ. ഇതേ ഒരു കണ്ണാപ്പി വരുന്നുണ്ട്. ഹായ്, ദേ ഒരു കണ്ണാപ്പി. ദേ പോയി, ദാ വന്നു. അതുപോലൊരൈറ്റം. ഇപ്പം സ്കൂൾ പിള്ളേരെ വിടണ സമയമായി. പിള്ളേരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് 2K.
2Kയും 3Kയും 5Kയും 4.1K ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ്. നല്ല അടിപൊളി റോഡല്ലേ, വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ എത്ര തിരക്കില്ലാത്ത റോഡിലായാലും വളരെ അലേർട്ടായിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. റൂൾസ് ഒരു വിധത്തിലാണ്, ബട്ട് നിങ്ങളെപ്പോഴും മിറർ നോക്കി വണ്ടി ഓടിക്കുക. മിറർ നോക്കി തന്നെ തിരിഞ്ഞും തലയിട്ട് വണ്ടി നിർത്തിയിട്ടെടുക്കുമ്പോൾ തല തിരിഞ്ഞൊക്കെ നോക്കി വണ്ടി എടുക്കാം. എല്ലാ സമയത്തും മിറർ നോക്കി നിങ്ങൾ വണ്ടി ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുക. മിറർ നോക്കി മാത്രം റൈറ്റ് ലെഫ്റ്റ് എടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സിക്സാഗാണ് ശരിക്കും പറഞ്ഞാൽ ബൈക്ക് റൈഡിങ്. ഇതൊക്കെ ഏത് സ്ഥലം? ഏതോ ഒരു സ്ഥലം നോക്കടാ, ഏതൊന്ന് നീ കണ്ടുകൂടാ. അളിയത് ഏത് സ്ഥലം? കുന്നത്തുകാൽ. ഇത് കുന്നത്തുകാൽ ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. മാപ്പ് കാണിക്കുന്നത് അത് മാത്രമേ നമുക്കറിയൂ. മാപ്പ് എന്ത് കാണിക്കുന്നോ അത് നമുക്കറിയും. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്, ലൈഫിലെ ഫസ്റ്റ് ടൈം. ഇവിടെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ടായിരിക്കും, ഇങ്ങോട്ടൊന്നും നമ്മൾ വരാറില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. കണ്ടക്കാണ്ട് അറിയാതെയൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും, അല്ലാതെ ഇൻറ്റൻഷനലി നമ്മൾ ഇവിടെ ആയിട്ടൊന്നും വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ വരേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. വടക്കുന്നാഥ റീ റിലീസ് ഉണ്ടോ അളിയ? വടക്കുന്നാഥ റീ റിലീസ് ഉണ്ടോ? വടക്കുന്നാഥനൊക്കെ കൈരളി തിയേറ്ററിൽ പോയി കണ്ട പടം, 100 ദിവസം ഓടിയ പടം. ഒരു കിളി പാട്ടുമൂളവേ മറുകിളി ഏറ്റു പാടുമോ, ഒരു കിളി പാട്ടുമോ. നല്ല വയൽവക്കത്തൂടെ പോയിരുന്നെങ്കിൽ ഈ പാട്ട് ഞാൻ പാടി പൊളിച്ച. മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു സ്വരതാരം പോലെ ജപലയ മന്ത്രം പോലെ അരികെ വരാൻ. പറന്നു 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 ഞാൻ. വലം കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൻ മണിത്താഴി തഴുതിൻ്റെ. ഇവിടെ നിന്ന് അടിക്കണോ? പെട്രോൾ അടിക്കണോ? ഏടാ ആണോ? പറയാൻ പറ്റൂല. ഇനി കൂലിച്ച മല ചെന്നിട്ട് എവിടെ? ഇതിന് 80 കിട്ടുമെന്നൊന്നും വിചാരിച്ചിരിക്കല്ലേ. 80 ഇനി കിട്ടൂല, 55-60 കിട്ടും. കൂനിച്ചുമല ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? എന്തോന്നറാ അതൊക്കെ? വലം കാൽ ചിലമ്പുമായി ഇതേതാ സ്ഥലം? കാരക്കോണം. നമ്മൾ കാരക്കോണം എത്തിയിട്ടുണ്ട്. ഇതാണല്ലേ കാരക്കോണം. ഇവിടെ എൻ്റെ ഒരു കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെ വീട്ടിലൊന്നും വന്നിട്ടില്ല. തമിഴ്നാട് ബോർഡറായി. ഇതൊക്കെ തമിഴ്നാടാണ്. ഇനി കാരക്കോണമൊക്കെ കേരള ബോർഡറാണ്. ഒരു സൈഡാണ് ഇതിൻ്റെ, ഒരു സൈഡ് ഇനി തമിഴ്നാട് പോലെയാണ്. അങ്ങനെ എന്തോ കുറേ സ്പോട്ടുകളുണ്ട്. ഇവിടെ കുറേ സ്പോട്ടുണ്ട് ഈ കാരക്കോണത്ത്. ഇവിടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോടേ, ഒരു ഇടിവെട്ട സ്പോട്ടാണ്. വലം കാൽ ചിലമ്പുമായി വലം കാൽ ചിലമ്പുമായി
ഇലക്ട്രിക്കൽ വണ്ടി ഓട്ടിക്കണവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ റോഡിൽ. തൊട്ടടുത്തൂടെ ഹോൺ പോലും അടിക്കാതെ പോകും, പേടിച്ചു പോകും. എന്ത് പരിപാടിയാണ് കാണിക്കണത്? ഇവർക്ക് അറിയാമല്ലോ ഇതിന് സൗണ്ട് ഇല്ലെന്ന്. ഇച്ചിരി ഹോണ് ജസ്റ്റ് ഒന്ന് മുഴക്കിയാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം അറിയണ്ടേ, നിങ്ങൾ പോവേണ്. പോരാത്തതിന് ഫുൾ റോങ്. അല്ല ഇതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഓർത്തതാണ്. പുള്ളി ഹോൺ അടിച്ചില്ല, ഹോൺ അടിക്കാനുള്ളായിരുന്നു. പുള്ളി ഓവർടേക്ക് ചെയ്തൊക്കെ കറക്റ്റായിരുന്നു, കുഴപ്പമില്ല. ബട്ട് സൂപ്പറായിരുന്നു. ബട്ട് ഹോൺ അടിച്ചില്ല. ഹോൺ ജസ്റ്റ് ഒന്ന് അടിക്കുക. തൊട്ടടുത്തൂടെയൊക്കെയാണ് പോണേ ഇറങ്ങി. ഹോൺ അടിക്കണതിൽ എന്തോ കുഴപ്പം. ചിലർ ഹോൺ അടിക്കണവരൊക്കെ ചെറിഞ്ഞു നോക്കണുണ്ടായി ഹോൺ അടിക്കുക. ഹോൺ അടിക്കണം കേട്ടോ. ഹോൺ ആരുടെയും കുത്തകയൊന്നുമില്ല. ഒരു ഹോണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. ഒരു ഹോൺ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം, ആവശ്യത്തിന്. ആവശ്യമില്ലാതെ അടിക്കില്ല. സൗണ്ട് വെറുതെ ആൾക്കാരുടെ അടുത്തുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷനും കാണിക്കാനായിട്ട് ഹോൺ അടിക്കരുത്. ആവശ്യത്തിന് ഹോൺ അടിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് വെറുപ്പിക്കുകയും ചെയ്യും. ഇനി എത്ര കിലോമീറ്ററാ? 10 കിലോമീറ്റർ. ഇനി 10 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ടിലേക്കുള്ള ദൂരം. കൂനിച്ചിമല. കൂനിച്ചിമല റോ ഫൂട്ടേജ് CD100 SS 1998. വണ്ടികളൊന്നും ഇല്ലല്ലേ ഇവിടെ ഒന്നും വലുതായിട്ട്, അല്ലേ? റൈഡ് എക്സ്ട്രീം, അതാണ് ഞാൻ പറയുന്നൊരു സംഭവം. നമ്മൾ കോർണർ എപ്പോഴും ചേർത്ത് വളയ്ക്കണം, എന്നാൽ ഒരുപാട് ചേർന്നും പോകരുത്. ആള് വേറെയും ചിലപ്പോൾ നടന്നു. സോ വളരെയധികം അലേർട്ടായിട്ട് മാത്രമേ ഇവിടെ കൂടെ വണ്ടി ഓടിക്കൂ. സോ എന്തൊരു നോർമൽ വേഗം. സോ അതൊക്കെയാണ്. വേല പതുക്കെ നോക്കുകയാണ്. ഇതെന്താ ഇവൻ കാണിക്കണേ എന്ന് പറയും. സാർ ഞാനൊന്നും കാണിക്കുന്നില്ല സാർ, ഇതൊരു മോട്ടോ വ്ളോഗാ സാർ. മോട്ടോ വ്ളോഗാണല്ലേ, ഇവിടെ വാടാന്ന് പറഞ്ഞു. ആഹാ മോട്ടോ വ്ളോഗാ? അങ്ങനെയുള്ള സീനൊന്നുമില്ല, ഇല്ലല്ലോ. ഹെൽമെറ്റിലല്ലേ ക്യാമറ മൗണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. നെഞ്ചത്ത് വയ്ക്കാം, വയ്ക്കാൻ പാടില്ലെന്ന് റൂള് വന്നിട്ട്. വരുമ്പം വേറെ വയ്ക്കും. നമ്മളാരാ മക്കൾ, ജീവിക്കണ്ടേ സാറേ? സോ നമ്മളതൊക്കെ ചെയ്യും. ക്യാമറ ഒരു നല്ലൊരു കാര്യമാണ്. ചില പന്നന്മാരുടെ തനിക്കുണം കാണിച്ചു കൊടുക്കാൻ ക്യാമറ വളരെ അത്യാവശ്യമാണ്. ആരും അറിയില്ല എന്നാണ് വിചാരം. അതുകൊണ്ടാണ് എല്ലാവരും തെറ്റുകൾ ചെയ്യണം. ആരെങ്കിലും അറിഞ്ഞാൽ തെറ്റുകൾ കുറഞ്ഞു. അതാരും കാണുന്നില്ലല്ലോ എന്ന് പറയും. ഏയ് ആരും കാണുന്നില്ല, ദൈവം കാണുന്നുണ്ട്. പണി വരും അവറാച്ച, ഫഹദേട്ടൻ പറഞ്ഞതുപോലെ. വാവ്, ഇവിടെ നിന്ന് നമുക്ക് ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. അതായിരിക്കും കൂനിച്ചി മല. സോ കൂനിച്ചി മലയിലേക്കൊക്കെ നമുക്ക് പോവാം. നീ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ചാടിക്കോ, കുഴപ്പമില്ല. അങ്ങനെയൊന്നും ബാലൻസ് പോകില്ല, ഇതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. യെസ്, ഇപ്പം സൂപ്പറായിട്ടുണ്ട്. ചന്തി വേദനയ്ക്ക് ഒരു ആശ്വാസം. നല്ല ചന്തി വേദന കേട്ടോ. CD100 ചെറിയ സീറ്റല്ലേ, ചന്തി വേദന ഉണ്ടോ? വിശദമായിട്ടുള്ള വലിയ സീറ്റാണെങ്കിൽ മാത്രമേ ചന്തി വേദന ഇല്ലായിരിക്കും. നമുക്ക് ഇവിടെ നേരെ തന്നെ ഒരു മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അത് തന്നെ ആയിരിക്കും കൂനിച്ചി മല. ഇതൊരു പൊളി സ്പോട്ടായിരിക്കും കേട്ടോ. എല്ലാവരും എന്താവും നോക്കാം. എന്തായാലും ഡോമിൽ വരണം ഒരു ദിവസം. ഇങ്ങോട്ട് വേറെ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്തെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ആദ്യം തിരുവനന്തപുരം, പിന്നെ കേരളം, പിന്നെ ഇന്ത്യ, പിന്നെ ലോകം. അതാണ് എൻ്റെ പ്ലാൻ. ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകും. ജീവനോടെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതുപോലെയാണല്ലോ കാര്യങ്ങൾ. ആ പട്ടി ക്രോസ് ചെയ്യാൻ വന്നതാണ് പാവം. ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും. നമ്മൾ പോയി കഴിഞ്ഞിട്ട് മനുഷ്യൻ പോലും ഇങ്ങനെ നോക്കി ക്രോസ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടി വരെ നോക്കി ക്രോസ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഇത്രയും കാലമായിട്ട് മനുഷ്യൻ പഠിച്ചില്ല. എന്ത് വെറുപ്പിക്കലാണെന്ന് അറിയാമോ? കുറയണോ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണം. ചിലരുടെ ചാടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പോ, അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് പോയാൽ കൊള്ളാം. പെട്ടെന്നൊക്കെ ചാടിയിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ വിജയിക്കണോ വേണ്ടയോ. സോ അതൊക്കെയാണ്. ബേസിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ. ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്.
ഞാനൊരു പക്ക തിരുവനന്തപുരത്തുകാരനാണ്, പക്ക കേരളീയനാണെന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. തിരുവനന്തപുരത്തുകാരനാണ് ഞാനൊരു ഒരു മലയാളിയാണ്. ചന്ദനവും തൊട്ട് ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹമാണ്. മലയാളി, ഒരു കറുത്ത വേഷം, ഒരു കറുത്ത കുർത്തയൊക്കെ ഇട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ആഹാ എന്ത് പൊളിയായിരിക്കും. ഇതെന്താ സംഭവം? കൊള്ളാലോ, ഇത് നല്ലൊരു വ്യൂ ഉണ്ടല്ലേ ഇങ്ങനെ ഇവിടെ നിന്ന് കാണാം. കണ്ടാ തമിഴിൽ എഴുതിയിരിക്കണുണ്ടാ, തമിഴ്നാടാണ് ഇതൊക്കെ ബോർഡറാണ്. കാരക്കോണം. അയ്യോ എടുക്കല്ലേ. കൺമഷി കൺമണി ചൊല്ലുമോ മെല്ലെ നീ, ചക്കരമാവിൻ മുന്തിരി കുളിരല്ലേ, നാണച്ചെപ്പുകിലുക്കും പുഞ്ചിരിയഴകല്ലേ, മണിത്തിങ്കൾ വിളക്കല്ലേ, ചിരിക്കുമ്പോളരുതില്ലേ. കൺമണി എണ്ണന്തേ പോകുന്നു. അണ്ണാ കൺമണി മെല്ലെ ചക്കരമാവിൻ മുന്തിരി കുളിരല്ലേ, നാണച്ചെപ്പുകിലുക്കും പുഞ്ചിരിയഴകല്ലേ. मुझसे ही आज मुझको मिला दे, देखूं आबदू में तू है कि नहीं, हर सांस से पूछ के बता दे, इनके फासलों में तू है कि नहीं, मेरे आस पास तेरे और मेरे पास तू है कि नहीं, कि तू है कि नहीं, तू है कि नहीं. टूटे तो टूटे तेरी बाहों में से जैसे शाखों से पत्थर दे गया, बिखरी तुझी से और सुनते तुझे में, तू ही मेरा सब ले गया. ഈ പമ്പൊന്നും കൊള്ളൂല, ഇതൊക്കെ അടച്ചത്. ഇവിടെ നിന്ന് പമ്പ് കുഴപ്പമില്ല, പോവാം. വേറെ അടുത്ത് കാണുമ്പോൾ അടിക്കും. എന്താണ് മാമ കാണിക്കണത്? മാമ എങ്ങോട്ടാണ് പോണത്? കാട്ടിലോട്ടാണോ പോണത്? അവിടെ വഴിയൊന്നും ഇല്ലല്ലോ, വെള്ളം അടിക്കാൻ പോണായിരിക്കും. ദിഖ്റേ തുझी से और सिमटे तुझी में, तू ही मेरा सब ले गया, ना सिकन ना शर्म ना लहा, एक बार आया കേളാമൽ കയ്യിലേ വന്തായേ കാതലേ. അതൊക്കെ വിജയ് ആറാടിയ പാട്ടുകളാണ്, ദളപതി വിജയ്. கேட்டிடத்திந்த பாதை ஒன்றே மீண்டுமின்றி ஞாபகம் தோன்ற, கேட்டிடத்திந்த பாதை ஒன்றே மீண்டுமின்றி ஞாபகம் தோன்ற, என்னை உன்னை எண்ணியும் எனது எது போலவ தோன்ற, என்னை உன்னை எண்ணியோனோ எனது எது போலவ தோன்ற, கேளாமல் கையிலே வந்தாயே
காதலே என் பேரை கூறிடும் உன் பேரும் இரவும் அல்லாத பகலும் அல்லாத பொழுதுகள் உன்னோடு கழியுமா தொடவும் கூடாத படவும் கூடாத இறைவெளி அப்போது குலையுமா மடியினில் சாய்ந்திடத் துடிக்குதே மறுபுறம் நாணவும் படுக்குதே ഇരുവരെ യാരിടമും ചൊല്ലാതെ ഇതെന്താ ഇത് കപ്പയും ഇറച്ചിയും റെഡി കഴിക്കണോ கரைகள் அண்டாத காற்றும் தீண்டாத மனதுக்குள் எப்போது நுழைந்திட்டான் உடலும் அல்லாத உருவம் கொள்ளாத கடவுளை போல் வந்து கலந்திட்டான் உன்னை நம்பி வேறொரு நினைவில்லை இனி இந்த ஊனுயிர் எனதில்லை തളയിലെ സാധിനുവേ ഉന്നോട് വര പട്ടിക്കുട്ടൻ ചിലർക്ക് അറിഞ്ഞുകൂടും പഞ്ചറോ എനിക്ക് നല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പമ്പിൽ ചിലർക്ക് അടിക്കാൻ അറിയാം അവർ നിന്നിട്ടുള്ളതുണ്ട് ചിലർക്ക് അത്ര നാക്കില്ലാതുള്ളവർ അടിച്ചു കഴിഞ്ഞാൽ പോവും പണിയാണ് ട്യൂബിൻ്റെ അവിടെ സൈഡൊക്കെ ഇതായി പോവും ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് പോവും സോ അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് ഇനി 3.8 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞാൽ മാപ്പിൽ കാണിക്കുന്നത് സോ അതൊക്കെയാണ് പരിപാടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ ഡ്യൂട്ടി എന്താണാവോ ഡ്യൂട്ടി സൂപ്പർ സ്പോട്ടല്ലേ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ജീവിതം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു പരിപാടിയുള്ളൂ പിന്നെ തമിഴ്നാട്ടിലുണ്ട് പിന്നെ ആന്ധ്രയിലൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ അടിപൊളി സ്ഥലങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിലൊന്നല്ല പക്ഷെ കേരളത്തിൻ്റെ ഭംഗി വേറൊരു ഭംഗിയാണ് ബട്ട് എല്ലായിടത്തും വിസിറ്റ് ചെയ്യണം ഇന്ത്യ മുഴുവനായിട്ട് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ആന്ധ്രാപ്രദേശിലൊക്കെ വൻ സ്പോട്ടുകളൊക്കെയാണ് ചെറുതിൽ തുടങ്ങി വലുതിൽ അവസാനിക്കട്ടെ ഓരോ ദിവസവും ഓരോ എക്സ്പ്ലോറിങ് അല്ലേ ഫ്രണ്ട്സ് ജീവിതം തന്നെ ഒരു എക്സ്പ്ലോറേഷനാണ് നാളെ അടുത്ത നിമിഷം എന്താവുമോ എന്നുള്ള കാത്തിരിപ്പാണ് ഓരോ നിമിഷവും അവസാനം കാത്തിരിപ്പ് മാത്രം ആവരുത് ജീവിതം ഉന്നെ നമ്പി വേറൊരു നിனைவில்லை കർപ്പൂര കന്യകയേവ ഈ വണ്ടി ഏതാണ് രജിസ്ട്രേഷൻ എന്ന് നോക്കണം വെറുതെ കേരള തന്നെ നമ്മൾ ഈ തിരിഞ്ഞു വന്നാൽ അവിടെ നിന്ന് തിരിഞ്ഞു വരാതെ അങ്ങോട്ടായിട്ടാണ് ഏകദേശം തമിഴ്നാട് റൂട്ടെന്ന് തോന്നി കറക്റ്റ് അറിയില്ല കേട്ടോ ഇതൊക്കെ തമിഴ്നാട് ബോർഡേഴ്സാണ് അമരവിള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് ഇതൊക്കെ തമിഴ്നാടും കേരളവും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും നമുക്ക് ലെഫ്റ്റാണ് കേട്ടോ മോനെ പോകേണ്ടത് യെസ് അപ്പോൾ ഈ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോകാൻ കാണിക്കുന്നത് ഈ വഴിയാണോ കാണിക്കണത് ഏത് കാണിക്കണത് ഇതല്ലേ കാണിക്കണം ഓ എന്തോന്നറ ഇത് കിടുവാണല്ലോ ഇവിടെയൊക്കെ വന്ന ഇൻട്രോ ഒക്കെ എടുക്കുക ഇത് സംഭവം ഒരു വൻ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു വാവ് CD100 വരെ തുള്ളിച്ചാടും അല്ലേ കൊള്ളാല്ലേ
എന്നാ വ്യൂ ആയത്, കൈലാസത്തിന്റെ ലുക്ക്. ഇതിന്റെ മേളിൽ ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വാവ്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ CD100ന്റെ പുക ഇറങ്ങും. അളിയാ ഇങ്ങനെ ഉണ്ട്, ഇതാണ് സെറ്റപ്പ് കണ്ടാ. ശരിക്കും അറിയാൻ പറ്റും CD100ന്റെ എക്സോസ് നോട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് അടിപൊളി. നല്ല തേരി ഹെവി. തിരിച്ചു പോകുമ്പോൾ ഫുള്ള് നീ എന്നെ ഓടിക്കണം. അല്ല, എനിക്ക് ഓടിക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല, എൻ്റെ ഊപ്പാടളവ്. പഴങ്കഞ്ഞിയിലാണ് നിൽക്കണത്. ഞാൻ വെറും പഴങ്കഞ്ഞിയാണ് ഇന്ന് കുടിച്ചത്. അതേ കുടിക്കാൻ തോന്നിയുള്ളൂ. രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ് പഴങ്കഞ്ഞി ആയത്. അടിപൊളി റോഡാണ് കേട്ടോ. റോഡെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടിവെട്ട റോഡ്. പൊളി. ഇവിടെയൊക്കെ തന്നെ കാണാൻ കുറേ ഉണ്ട്. അതേ കണ്ടില്ലേ, ഇതെന്താ ഇത് വേലിയൊക്കെ ഇട്ട് അടച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ റൈഡ്, ഇതേപോലുള്ള വിൻറ്റേജ് സാധനങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും മറ്റേന് കിട്ടൂല. ഇതൊക്കെയാണ് നൈസ് വൈബ്. എവിടെയും പോവാം പതിയെ പതിയെ. മറ്റേത് ഭയങ്കര റഷാണ്. ഡോമിനോർ ഭയങ്കര അഡ്രിനാലിൻ റഷാണ്. ഭയങ്കര ഹൈ ആവണ മെഷീനാണ് നമ്മൾ, വളരെ ഹൈ ആയിരിക്കും. പറവറ എത്താൻ പല സ്ഥലങ്ങളിൽ. ഇവിടെയാണ് കാണിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് മറ്റേ നേരത്തെ പോലെ എഴഞ്ഞ് തന്നെ കയറുള്ളൂ. വേണ്ട അളിയാ ഇറങ്ങിക്കോ. എന്തോന്ന് ഇവനെ ഇരുത്തി ഇത് കയറി പോലും ഇല്ല. നോക്കി നോക്കാം, വാ ഒന്നുകൂടെ നോക്കാം, ട്രൈ ചെയ്യാം. ഇപ്പം ഒന്നുകൂടെ നോക്കാം. നോക്കാം, ഞാൻ നിൻ്റെ കൂടെ വരാം. എന്നെ ഇരുത്തി വരെ മുക്കിയാണ് കാരണം. ഇനി കയറുമായിരിക്കില്ലേ? കയറി നോക്ക്. അതൊക്കെ കാറ്റാടേ, നീ ഇരി. കയറിക്കോളും, പതിയേ പോവുള്ളൂ. ഫസ്റ്റിൽ ത്രോട്ടിൽ കൊടുത്ത് ഹെവി ആയിട്ട് കയറല്ലേ, കംപ്രഷൻ വാൽവ് പോവും. പിന്നെ കയറൂല അങ്ങനെ.
അളിയാ ഇത് ഹെവി തന്നെ, എന്നെ ഇരുത്തി വരെ സ്ലോ ആണടാ ഇത്. പൊളി കേട്ടോ. കൂനിച്ചിമല തന്നെ. ഇനി ഒരു 200 മീറ്റർ മേളിലാണ് കാണിക്കണം. എന്തിരടാ ഇതും പോകൂലളിയേ. പോടാ, ഞാൻ അങ്ങ് പോയിട്ട് വരാം, നോക്കട്ടെ എന്തിനാണെന്ന്. ഞാൻ അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. അല്ലോ പുകയൊക്കെ പറഞ്ഞു കണ്ട, പുക വണ്ടിയായി. ഇത് വലി തുടങ്ങി തോന്നുന്നു. മോനെ CD, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം കേട്ടോ. ഇതൊക്കെ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പൊളി, നല്ല രസമുണ്ട്. നടന്ന് നിന്റെ ഊപ്പാട് അളവിയല്ലേ അളിയ. അവിടെ തന്നെ ഇനി കയറുമായിരിക്കും. എന്തരെന്നാ അയാള് പറയണ? എന്ത് അതെ അതെ. ഇതൊക്കെ അപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ചാർജ് ചെയ്യും കേട്ടോ. ചാർജ് ചെയ്തിട്ട് പതുക്കെ കയറാം, കുറച്ചങ്ങോട്ട് കയറാം. ചാർജ് ചെയ്യുന്നവരെ എന്നിട്ട് അവിടെ ഇരിക്കും. ഇവിടെ ഫുഡൊന്നും ഇല്ല കേട്ടോ നിലവിൽ, ചായക്കടയൊന്നും ഇല്ല. എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് വരുക, ഇല്ലെങ്കിൽ നിങ്ങൾ തരും. 1 മണിക്കൂർ യാത്ര ഉണ്ടടാ മുത്തേ. പവർ ബാങ്കുകളൊക്കെ തരാൻ നിനക്ക്, ബാൻഡും ഒക്കെ. ട്രക്കിങ് ഒരു വടിയും കൊടയും ബാഗുമായിട്ടൊക്കെ ഇറങ്ങും. ഷൂ ഇല്ലേ നിൻ്റെ കയ്യിൽ? ചൂടാത്തണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂനിച്ചിമലയിലെ മെയിൻ പരിപാടിയായിട്ടുള്ള ട്രക്കിംഗ് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വരുന്ന പോർഷൻ എപ്പിസോഡ് 3യിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. എപ്പിസോഡ് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.